വെൽക്കം ബാക്ക് ടു പേരിൻ്റെ വിസ്മയം. നമുക്ക് വീണ്ടും ഒരു കോൾ വന്ന് വെയിറ്റ് ചെയ്യാണ്. നമുക്ക് കോളിലേക്ക് തന്നെ ആദ്യം പോവാം. ഹലോ, നമസ്കാരം. പേരിൻ്റെ വിസ്മയത്തിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? വിപിൻ. വിപിൻ എവിടെ നിന്നാണ്? വിനീത്. ഓക്കെ, വിനീത്. ആരുടെ കാര്യം അറിയാൻ വേണ്ടിയിട്ടാണ്? മകളുടെ. അപ്പോൾ മകളുടെ പേര് പറയൂ. ലക്ഷ്മി അല്ലേ? ലക്ഷ്മി വിനീത് എന്ന പേര്. ഓക്കെ, വിനീത്. ലക്ഷ്മി വിനീത്. VINETH അല്ലേ? ഡബിൾ ഇ ഉണ്ടല്ലോ, വിനീത് അല്ലേ? അതെ. ചില ആൾക്കാർ ലാസ്റ്റ് വിനീത്. ഓക്കെ, VINELAKSHMI ലക്ഷ്മി. ഓക്കെ, അപ്പോൾ ലക്ഷ്മി വിനീതിന്റെ ഡേറ്റ് ഓഫ് ബർത്ത് കൂടി പറയാം. ഡേറ്റ് ഓഫ് ബർത്ത് 27/7/2023. ടൈം വേണോ? ജനിച്ച സമയം വേണോ? അല്ല, ഞാനിപ്പം ഡീറ്റെയിൽ ആയിട്ടല്ല നോക്കുന്നത്. നമുക്കറിയാലോ, ഈ ചുരുങ്ങിയൊരു സമയത്താണ് ഞാൻ നോക്കുന്നത്. നമ്മളത് ഡീറ്റെയിൽ ആയിട്ട് നോക്കണമെങ്കിൽ അങ്ങനെയൊക്കെ വേണം. പക്ഷെ ഇപ്പോൾ നമുക്ക് ഇത് വെച്ചിട്ട് നോക്കാം ഏറ്റവും ബെസ്റ്റ് എന്താ ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ. അപ്പോൾ കുട്ടിയുടെ പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 9, ലൈഫ് പാത്ത് നമ്പർ 5. ഒരു നല്ല ആക്റ്റീവ് ആയിട്ടുള്ള എനർജിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ കുട്ടി ചെറുപ്പത്തിൽ മനസ്സിലാവില്ല, വലുതാകുമ്പോൾ മനസ്സിലാവും. നല്ല ആക്റ്റീവ് ആയിട്ടുള്ള ഒരു എനർജിയാണ്, നന്നായിട്ട് സംസാരിക്കാനുള്ള ഒരു എനർജി ഉള്ളതാണ്. അപ്പം പേര് ലക്ഷ്മി വിനീത് എന്നുള്ള പേര് ഒരു കുഴപ്പമില്ലാത്ത പേരാണ്. എന്ന് വെച്ചിട്ട് ഏറ്റവും ബെസ്റ്റാണെന്ന് പറയുന്നില്ല, കാരണം അതിൻ്റെ അകത്തുള്ള കുറച്ച് എനർജീസിൽ അത്ര വലിയ ബെസ്റ്റ് പറയാനില്ല. പക്ഷെ എന്നാലും ഏറെക്കുറെ ഒരു ബെസ്റ്റായിട്ടുള്ള പേരാണ് ലക്ഷ്മി വിനീത് എന്നുള്ളത്. അപ്പോൾ നമുക്കൊരു മനസ്സിലാക്കാൻ ഒരു സംഖ്യയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 70% നല്ല ഒരു പേരാണ് കേട്ടോ, ലക്ഷ്മി വിനീത് എന്നുള്ളത്. പിന്നെ കുട്ടിയുടെ ഡേറ്റ് ഓഫ് ബർത്ത് തന്നെ നല്ലൊരു പവർഫുൾ ആയിട്ടുള്ള ഡേറ്റ് ഓഫ് ബർത്തുമാണ്. ഉദ്ദേശിക്കുന്ന രീതിയിൽ പിന്നെ കാര്യങ്ങളെയൊക്കെ നേടിയെടുക്കാനൊക്കെയുള്ള എനർജി ഉണ്ട്. അപ്പോൾ പേരിന് വലിയ കുഴപ്പമൊന്നുമില്ല, അതുമായിട്ട് മുന്നോട്ട് പോകാം. ഓക്കെ, അത്യാവശ്യം. അതെ, അവർ എപ്പോഴും കുട്ടി ബോഡി അടക്കം ആക്റ്റീവായിട്ട് ഇരിക്കേണ്ട വർക്കുകൾ, അതുപോലെ ഇങ്ങനെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഇരുന്ന് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഒന്ന് ആക്റ്റീവായിട്ട് ഇല്ല ഒരു ആറ്റിറ്റ്യൂഡ് ആയിരിക്കും കുട്ടിയുടെ. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള പേരും ഉണ്ട്. അതൊക്കെ എന്താ പറയുക, കുഴപ്പമില്ല. ഇനിയിപ്പോൾ നമ്മൾ ടെൻഷൻ അടിക്കേണ്ടൊന്നും കാര്യമില്ല. പേര് ഇങ്ങനെ ആയിപ്പോയെന്നൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. എന്തായാലും കുഴപ്പമില്ലാത്ത നല്ല പേരാണ്. ചേഞ്ച് ഞാനിപ്പം പിന്നെ MI വെച്ചിട്ട് Y വെച്ച് നോക്കി. അതൊക്കെ ഇത് MI ഇതാണ്. അതിലും MI എന്ന് വെച്ചിരിക്കുന്നത് തന്നെയാണ് അതിലും ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത്. ഓക്കെ. ഈ വിനീത്, അപ്പോൾ അമ്മയുടെ പേരിന്റെ ലെറ്റർ വേണമെങ്കിൽ വെച്ചൊന്ന് നോക്കാം. എന്തായിരുന്നു പേര്? ദേവി. അപ്പോൾ അതും ഇത്രയൊന്നും ബെസ്റ്റ് ആകുന്നില്ല. അത് ഇതിൻ്റെ എനർജി കുറച്ചും കൂടി ജയെന്ന് വെക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ കുറച്ച് കുറയുന്നേ ഉള്ളൂ. പിന്നെ ലക്ഷ്മി എന്നുള്ളത് LE വെച്ച് നോക്കിക്കഴിഞ്ഞാൽ പിന്നെ കുറച്ചും കൂടി നല്ലൊരു പേരാണ് ലക്ഷ്മി എന്നുള്ളത്. അങ്ങനെ വേണമെങ്കിൽ ആക്കാം. ലക്ഷ്മി LE വെച്ചിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒന്നും കൂടി പിന്നെ പവർഫുൾ ആയിട്ടുള്ളൊരു പേരായിട്ട് വരും കേട്ടോ. അതുമായിട്ട് വേണമെങ്കിൽ മുന്നോട്ട് പോവാം. ഇതിലും ബെസ്റ്റ് ആയിട്ടുള്ളത് തന്നെ LEKSHMI ലക്ഷ്മി വിനീത് എന്നുള്ള പേര്. ഞാനിപ്പോ ഇത് ജനിച്ച സമയത്ത് ഒരു നോക്കിയായിരുന്നു, ഞാൻ കൺസൾട്ട് ചെയ്തത്. അപ്പൊ ആളങ്ങനെ കുറച്ച് ഗൗരി ലക്ഷ്മി എന്നൊക്കെ പറഞ്ഞ കുറച്ച് പേരിട്ടപ്പോ ഇത് ലക്ഷ്മി വിനീതാണ് ആപ്റ്റ് എന്നുള്ള ഇതിലെ പുള്ളിക്കാരൻ പറഞ്ഞതേ. ഈ പേരിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരു ബുധന്റെ എനർജിയിലുള്ള ഒരു പേരാണ്, അതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ അതിനകത്ത് പിന്നെ ഉള്ള പിന്നെ സോൾ നമ്പർ ഉണ്ട്. അപ്പോൾ അതത്ര പവർഫുൾ അല്ല. എന്നിരുന്നാലും കുഴപ്പം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു 70% നല്ലതാണെന്നുള്ളത്. കാരണം ഒരു ലക്കിയസ്റ്റ് നമ്പറിലാണ് വന്നിരിക്കുന്നത്. പിന്നെ ഈ അകത്തുള്ള എനർജി അടക്കം പവർഫുൾ ആക്കുന്നതാണ് ലക്ഷ്മി എന്ന് വെക്കുന്നത്. കാരണം കുട്ടീനെ സംബന്ധിച്ചിടത്തോളം 9, അതായത് പിന്നെ
ചൊവ്വയുടെ എനർജിയിൽ പേരിടുന്നത് നല്ലതാണ്. കാരണം അത് സപ്പോർട്ടീവ് ആവും. ചൊവ്വയുടെ എനർജിയിൽ പേര് കൂടി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഫേമസ് ആകുന്ന ഒരു വ്യക്തിത്വമൊക്കെ ആയിട്ട് വരാനുള്ള സാധ്യത കൂടുതലുള്ള എനർജിയാണ്. അതെന്താ ചെയ്യേണ്ടത് അതിന്? അത് LE ആക്കണം, ലക്ഷ്മി ആക്കണം, ലക്ഷ്മി വിനീത് ആക്കണം. അപ്പോൾ അത് കൂടുതൽ ആൾക്കാരുടെ മുന്നിൽ ഉയർന്നു നിൽക്കുന്ന ഒരു എനർജിയാണത്. അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകതയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു പ്രത്യേകതയിൽ നമ്മളൊരു ഫേമസ് ഫിലിം സ്റ്റാറാണ് നമ്മുടെ സൂപ്പർ സ്റ്റാർ മമ്മൂട്ടിയുടെ ഒരു എനർജി. അപ്പോൾ അത് അതെ. അപ്പോൾ അതുപോലെ ഒരു അത് എങ്ങനെയായാലും ഏത് സ്ഥലത്ത് എത്തിക്കഴിഞ്ഞാലും അവിടെ മുകളിൽ നിൽക്കും. അതാണ് ആ ഒരു എനർജിയുടെ പ്രത്യേകത. ഇപ്പോൾ നമ്മൾ പൊതുവെ പറയല്ലേ, കപ്പൽ എവിടെ പോയി കഴിഞ്ഞാലും കടലിന് മുകളിൽ തന്നെ നിൽക്കും, പൊങ്ങി നിൽക്കും. അത് എല്ലാ സ്ഥലത്തുനിന്നും ഉയർന്നു നിൽക്കുന്ന ഒരു എനർജിയാണ്. അപ്പോൾ അങ്ങനെ ഒരു ഇതുണ്ട്. കാരണം ആ നമ്പർ നോക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് താരതമ്യം ചെയ്യാൻ തോന്നിയതുകൊണ്ട് അങ്ങനെ പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ അതാണ് ആ ഒരു എനർജീൻ്റെ പ്രത്യേകത. അപ്പോൾ LE എന്നാക്കിക്കോളൂ, അത് കൂടുതൽ അനുകൂലമാണ്. മറ്റേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഇപ്പോൾ ന്യൂമറോളജിസ്റ്റിൻ്റെ അടുത്തോ നിങ്ങൾ വേറെ എവിടുന്നോ അഭിപ്രായം ചോദിച്ചിട്ടാണെന്ന് പറഞ്ഞു. അതും നല്ല പേര്, അത് മോശമാണെന്ന് ഞാൻ അഭിപ്രായം പറയുന്നില്ല. അതും ഈ വിദ്യാഭ്യാസപരമായിട്ടും കാര്യങ്ങളെ വേഗതയിൽ ബുദ്ധിപരമായിട്ടൊക്കെ കൂടുതൽ സപ്പോർട്ടീവാണ്. പക്ഷേ ഫെയിം എന്നത് മറ്റൊരു എനർജിയാണ്. അതിന് പ്രത്യേകിച്ച് ഈ പറയുന്ന എല്ലാം വേണം. അതൊരു ഭാഗ്യവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് അല്ലേ? തീർച്ചയായിട്ടും അങ്ങനെ ഒരു എനർജി അതിലുണ്ട്. ഓക്കെ, എന്തായാലും പേരിൻ്റെ വിസ്മയത്തിലേക്ക് വിളിച്ചതിൽ സന്തോഷം. ഇത് ഓൾമോസ്റ്റ് അതെ 90-95% ബെസ്റ്റ് ആയിട്ടുള്ള ഒരു എനർജി അതിൽ കാണുന്നുണ്ട്. E ആക്കിയിട്ട് കഴിഞ്ഞാൽ അതിനകത്തുള്ളത്. ഓക്കെ, എന്തായാലും സന്തോഷം. ഇതുപോലെ ന്യൂമറോളജിയിൽ ഇത്രയും വിശദമായിട്ട് അറിയണം എന്നൊക്കെ ആഗ്രഹം പ്രകടിപ്പിക്കുന്നതിൽ സന്തോഷം. കാരണം എന്നെക്കൊണ്ട് ഇതുപോലെയുള്ള കാര്യങ്ങളാണ് നിങ്ങൾ യഥാർത്ഥത്തിൽ ചെയ്യിക്കേണ്ടത്, കൃത്യമായിട്ടുള്ള. കാരണം പല ആൾക്കാർക്കും അത് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഫോൺ വിളിക്കുന്നുണ്ട് അല്ലാതെ നമുക്ക് ശരിക്കും ഈ ന്യൂമറോളജിനെ കൊണ്ട് നമ്മൾ ലൈഫിൽ എങ്ങനെയാണ് ഉപയോഗപ്രദമാക്കേണ്ടതെന്നുള്ള ഒരു അറിവ് പല ആൾക്കും ഉണ്ടാകുന്നില്ല. പക്ഷേ തീർച്ചയായിട്ടും നിങ്ങൾ അതിനെക്കുറിച്ചിട്ട് കൃത്യമായിട്ട് ചോദിച്ച് മനസ്സിലാക്കി. എന്തായാലും സന്തോഷം വിളിച്ചതിൽ. അപ്പോൾ വിനീത് എറണാകുളത്ത് നിന്ന് വിളിച്ചതാണ്, മകളുടെ പേരറിയാൻ വേണ്ടി. തീർച്ചയായിട്ടും നമുക്ക് സന്തോഷമേ ഉള്ളൂ. കാരണം ഒരു മികച്ച ഒരു പേര് നൽകാൻ വേണ്ടി പറ്റിയത് പലപ്പോഴും നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാലും ചില അവസരത്തിൽ സംഭവിക്കില്ല. പക്ഷേ ഇതങ്ങനെ ഭാഗ്യത്തിന് സംഭവിച്ചു. എന്തായാലും സന്തോഷം. അപ്പോൾ നമ്മളിന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് റിപ്പീറ്റേഷൻ്റെ കാര്യമാണ്. 2ൻ്റെ റിപ്പീറ്റേഷൻ, 2ൻ്റെ 1 മുതൽ ഒരു 5-6 റിപ്പീറ്റേഷൻ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ വിവിധ എനർജീസിനെ കുറിച്ചിട്ട് പറഞ്ഞു കഴിഞ്ഞു. ഇനിയിപ്പോൾ 3നെ കുറിച്ചിട്ടാണ് പറയാനുള്ളത്. 3 ഒരാളുടെ ജീവിതത്തിൽ 1 തവണ അല്ലെങ്കിൽ 2 തവണ 3 തവണ അങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ എന്താണ് അവസ്ഥ എന്നുള്ളത്. ആദ്യം തന്നെ 3 1 തവണ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു മോശമായിട്ടുള്ള അർത്ഥമല്ല. എന്നിരുന്നാലും എന്താ പറയുക, അവർ അന്തർമുഖരായിരിക്കാനുള്ള സാധ്യത കൂടുതലുള്ള ഒരു എനർജിയാണ്. എന്ന് വെച്ച് മറ്റു ദോഷമില്ല. ഇനി അന്തർമുഖരായി ഇരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ഒരു മോശമായിട്ടുള്ള കാര്യമല്ല. അവരാണ് കൂടുതലായിട്ടും കാര്യങ്ങളെ സൂക്ഷ്മതയിൽ നിരീക്ഷിക്കുന്നതും ഒരുപാട് അറിവുകൾ കളക്ട് ചെയ്യുന്നവരൊക്കെ അവരാണ് അല്ലേ, അന്തർമുഖരായിരിക്കുന്നത്. അതേസമയം 2 തവണ റിപ്പീറ്റേഷൻ 3-ലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരും ഇതുപോലെ ഒരുപാട് നോളജ്, ഒരുപാട് അറിവുകൾ ശേഖരിക്കുന്നവരും നന്നായിട്ടുള്ള വാഗ്മികളുമായിരിക്കും അല്ലേ. അറിവുകൾ പലർക്കും അറിവുണ്ടാവും തീർച്ചയായിട്ടും, പക്ഷേ അതെങ്ങനെ അവതരിപ്പിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് അല്ലേ. അപ്പോൾ അങ്ങനെ ആകുമ്പോഴേക്കും അറിവുണ്ട് എന്നുള്ളതല്ലാതെ അത് പുറത്തറിയാനോ ഒരു യഥാർത്ഥ ഗുരുവിൻ്റെ സ്ഥാനത്തിലേക്ക് അവർക്ക് വരാൻ വേണ്ടി പറ്റില്ല. കാരണം അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റണം ഉള്ള അറിവ്. അപ്പോൾ അങ്ങനെ ഒരു കഴിവുള്ള വ്യക്തികളായിരിക്കും 2 തവണ 3 അവരുടെ ഡേറ്റ് ഓഫ് ബർത്തിലുണ്ടെങ്കിൽ. അതെങ്ങനെയാണ് ഇപ്പം 2 തവണ 3 പറഞ്ഞു കഴിഞ്ഞാൽ, ഉദാഹരണത്തിന് 3-ാം തീയതി ജനിച്ചു, അതുകൂടാതെ അവർ മാസത്തിൽ 3 ഉണ്ട്, അല്ലെങ്കിൽ വർഷത്തിലോ ഒരു 3 ഉണ്ടെന്ന് കരുതുക. ഇപ്പോൾ 1983 ഇനി അങ്ങനെ അതുപോലെ ഈ 2 തവണ വന്നു കഴിഞ്ഞാൽ ഇതുപോലെ ഗുണങ്ങളുള്ള ആളാണ്. നമുക്ക് അടുത്തൊരു കോൾ വന്നിട്ടുണ്ട്, കോളിലേക്ക് നമുക്ക് പോകാം. ഹലോ, നമസ്കാരം. പേരിൻ്റെ വിസ്മയത്തിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? അക്ഷയ. അക്ഷയ എവിടെ നിന്നാണ്? ഒന്നും മനസ്സിലായില്ല. അക്ഷയ മട്ടന്നൂർ. ഓക്കെ, കണ്ണൂർ അല്ലേ.
അക്ഷയ. അക്ഷയുടെ ഇനീഷ്യൽ എന്താണ്? സെക്കൻഡ് നെയിം എന്താണ്? അക്ഷയ എം. എം. ഡേറ്റ് ഓഫ് ബർത്ത് പറയൂ അക്ഷയ. 11/10/1999. 11/10/1999 അല്ലേ? അക്ഷയ എം. ഓക്കെ, ഞാൻ ഒന്ന് ചെക്ക് ചെയ്യട്ടെ അക്ഷയ, എന്നിട്ട് പറയാം. ഓക്കെ. അക്ഷയ കേൾക്കാമോ? അക്ഷയ, ആ പേരിൽ ചെറിയ മാറ്റങ്ങൾ എന്തെങ്കിലും വരുത്തുന്നത് തീർച്ചയായിട്ടും നല്ലതാണ് കേട്ടോ. അക്ഷയ എം എന്നുള്ളത് പിന്നെ കുറച്ച് ഇപ്പം ഈ പേഴ്സണാലിറ്റി നമ്പർ 2 11 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാസ്റ്റർ നമ്പറാണ്. എന്നിരുന്നാലും പിന്നെ വളരെ സെൻസിറ്റീവായിട്ടുള്ള ഒരു നമ്പറാണ്. അപ്പോൾ എല്ലാ കാര്യത്തിനും സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നതും മറ്റുള്ളവരുടെ മനസ്സൊക്കെ എളുപ്പം മനസ്സിലാക്കാൻ കഴിയുന്നതും ഒക്കെ ആയിട്ടുള്ള ഒരു പവറൊക്കെ ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് മാനസികമായിട്ടുള്ള മനോവിഷമങ്ങൾ കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇങ്ങനൊരു പേര് കൂടി ആകുമ്പോഴേക്കും നമുക്ക് എന്താ പറയുക, നമ്മൾ അനാവശ്യ കാര്യങ്ങളിലേക്ക് എടുത്തു ചാടും. അത് നമുക്ക് ചിലപ്പോൾ സക്സസ് ആവാണ്ട് വരുന്ന ഒരവസ്ഥ അങ്ങനെയൊക്കെ അതിൽ പറയാനുണ്ട്. അപ്പോൾ പിന്നെ അങ്ങനെയൊക്കെ തന്നെയാണോ അനുഭവം? കുറച്ച് ശരിയാണ്. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, ഈ അക്ഷയ എം എന്നുള്ള പേരിൻ്റെ കൂടെ വേറെ എന്തെങ്കിലും ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടോ നമുക്ക് പേരിൻ്റെ കൂടെ? അച്ഛൻ്റെ പേര് ലക്ഷ്മണൻ എന്നാണ്. ലക്ഷ്മണൻ എന്നുള്ളത് അല്ലേ? ഓക്കെ. അമ്മയുടെ പേരോ? അമ്മയുടെ പേര് അനിത. അക്ഷയ എന്നുള്ള പേരൊക്കെ നല്ലത് തന്നെ അല്ലേ, നമ്മൾ മലയാളം എന്നതല്ലേ. പക്ഷെ അതിൻ്റെ എനർജി നമ്മൾ കൂട്ടി നോക്കുമ്പോഴാണ് സപ്പോർട്ട് അല്ലാതെ വരുന്നത്. ഓക്കെ, ഇനീഷ്യലാണോ സപ്പോർട്ട് ആവാത്തത്? ഇനീഷ്യൽ അല്ല, നമുക്ക് ആ പേരാകുമ്പോൾ ഇനീഷ്യൽ മറ്റൊരു പേരാണെങ്കിൽ സപ്പോർട്ടീവ് ആയേക്കാം. അപ്പോൾ ഇത് രണ്ടും ഇപ്പോൾ ഏതെങ്കിലും ഒന്ന് മോശമാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അത് മൊത്തമുള്ള എനർജിയാണ് നമ്മൾ പറയുന്നത്, നമുക്ക് എങ്ങനെ അനുകൂലമാകുന്നില്ല എന്നുള്ളത്. ഓക്കെ, അക്ഷയ എം എന്നാകുമ്പോഴേക്കും നമുക്ക് അതെന്താ 9ൻ്റെ എനർജിയിലാണ് വരുന്നത്. അത് 2നെ സംബന്ധിച്ചിടത്തോളം ഒരു കാരണവശാലും നമുക്ക് എടുക്കാൻ പറ്റില്ല. അതേസമയം എൽ എന്ന് പറയുമ്പോഴേക്കും അവസ്ഥ ഏറെക്കുറെ അത് കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് ആവുന്നതല്ലാണ്ട് ശരിയാവുന്നില്ല. പിന്നെ എം എന്ന് വെക്കുമ്പോഴേക്കും ഒരുവിധം കുഴപ്പമില്ലാത്ത പേര് കിട്ടുന്നുണ്ട്. എന്ന് വെച്ചിട്ട് അതൊരു സൂപ്പർ പേരാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. അക്ഷയ എം എന്നുള്ളത്, അതായത് എം അച്ഛൻ്റെ പേരിൻ്റെ എല്ലും എം എന്ന് വരുമ്പോഴേക്കും അത് ഒപ്പരം പറയുന്നതാണോ അല്ലെങ്കിൽ എൽ കഴിഞ്ഞിട്ട് ഡോട്ട് ഇട്ടിട്ട് എം ആണോ? അത് എങ്ങനെ വേണമെങ്കിലും ഇടാം. അതിപ്പം ഡോട്ട് അങ്ങനെയൊന്നുമില്ല. എം അതൊരു സ്പേസ് ഇട്ടിട്ടാണല്ലോ ഇപ്പോൾ എല്ലാ സ്ഥലത്തും ഉപയോഗിക്കുന്നത്. പിന്നെ ഡോട്ടൊന്നും ഇടണമെന്നില്ല. എൽ എന്ന് വേണമെങ്കിൽ ഇടാം, എം എന്നും ഇടാം. അത് രണ്ടും കുഴപ്പമില്ല. എന്തായാലും അത് ബെറ്റർ ആണ്, ഉള്ളതിലും ബെറ്റർ ആണ്. അതെ അതെ, അത് ബെറ്റർ ആണ്. എന്ന് വെച്ചിട്ട് അതൊരു ടോപ്പായിട്ടുള്ള പേരെന്ന് പറയുന്നില്ല. ഇപ്പോൾ ഞാനൊരു നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഒരു 65% ഒക്കെ നല്ലതാണ്. മനസ്സിലായോ? ഒരു 100% എന്ന് പറയാൻ പറ്റില്ല. എന്തായാലും ഒരു 70% സപ്പോർട്ട് ആവുന്നൊരു ഇനീഷ്യൽ പറയാൻ പറ്റുമോ? അത് നമുക്ക് ഇനീഷ്യൽ നമുക്ക് ഫുൾ ഫോം ആയിട്ട് നമ്മളെ റെക്കോർഡിക്കൽ ഇല്ലാണ്ട് ഒരിക്കലും ഇനീഷ്യൽ ഇടാൻ പറ്റില്ല നമുക്ക്. അതാണ് പ്രശ്നം. അത് നമുക്ക് ഏതെങ്കിലും ഒരു ലെറ്റർ നമ്മൾ എടുക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ പ്രൂഫിൽ അമ്മയുടെ പേര് ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ നമ്മുടെ തറവാട്ട് പേരുണ്ടായിരിക്കണം, അല്ലെങ്കിൽ അച്ഛൻ്റെ പേരായിട്ടുണ്ടായിരിക്കണം, അല്ലെങ്കിൽ ഇനിയിപ്പോൾ നിങ്ങൾ വിവാഹം കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ ഹസ്ബൻഡിൻ്റെ പേരായിട്ടുണ്ടായിരിക്കണം. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു ഇനീഷ്യൽ അതിനനുസരിച്ചിട്ട് വെക്കാൻ വേണ്ടി പറ്റും. ഇനി അത് വെക്കാം. പൂർണ്ണമായിട്ടുള്ളൊരു പേരാണെങ്കിൽ നമുക്കത് നോക്കാവുന്നതാണ്. ഞാൻ ഒന്ന് ലക്ഷ്മി എന്ന് വെച്ചിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. അതെ, നിങ്ങളുടെ എന്താ പറയുക, വായിൽ നിന്ന് പെട്ടെന്ന് വന്നത് ഒരു നല്ല പേരാണ്. അതിൻ്റെ കൂടെ വേറെ ഇനീഷ്യലോ ലെറ്ററോ ഒന്നും ചേർക്കാൻ വേണ്ടി പാടില്ല. അക്ഷയ ലക്ഷ്മി എന്ന് മാത്രം ആക്കുമ്പോഴേക്കും നല്ല പേരാകുന്നുണ്ട്.
ലക്ഷ്മി, അക്ഷയ ലക്ഷ്മി. ലക്ഷ്മിയില്ല. ആ, ലക്ഷ്മി. ആ അക്ഷയ ലക്ഷ്മി. അങ്ങനെ വെക്കുമ്പോഴേക്കും നല്ല പേരാണ്. നല്ല പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 90% ബെസ്റ്റ് ആയിട്ടുള്ള ഒരു പേരായിട്ട് വരും. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ഗസ്റ്റ് വിജ്ഞാപനമൊക്കെ ചെയ്തിട്ട് അത് പിന്നെ ആഡ് ചെയ്യാൻ വേണ്ടി പറ്റിക്കഴിഞ്ഞാൽ നല്ല ഒരു ഭാഗ്യദായകമായിട്ടുള്ള പേരാവും അക്ഷയ ലക്ഷ്മി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത് ഒരു യൂണിവേഴ്സൽ ലക്കിയസ്റ്റ് ഏഞ്ചൽ നമ്പറിലൊക്കെയാണ് പേരിരിക്കുന്നത്. പിന്നെ അതിൻ്റെ അകത്തുള്ള എനർജീസും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സപ്പോർട്ടീവാണ്. ഓക്കെ, അതൊരു നല്ല മാറ്റം കൊണ്ടുവരാനുള്ള സാധ്യത ഉണ്ട്. ഓക്കെ, അപ്പോൾ അത് ഹാപ്പി ആയിട്ട് തന്നെ ഉപയോഗിക്കാം. അക്ഷയ ലക്ഷ്മി. ഓക്കെ, ഇനി മുതൽ അങ്ങനെയാണ് വിളിക്കുക, അക്ഷയ ലക്ഷ്മി. ഓക്കെ, മട്ടന്നൂരിൽ നിന്ന് അക്ഷയ ലക്ഷ്മിയാണ് വിളിച്ചത്. അപ്പോൾ അവരുടെ പേഴ്സണാലിറ്റി നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 മാത്രമല്ല, അതൊരു മാസ്റ്റർ നമ്പർ കൂടിയാണ്. 11 അങ്ങനെ ഒരു പ്രത്യേകത കൂടിയുണ്ട്. 11 പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് പിന്നെ കാര്യങ്ങളെ ഗ്രാസ്പ് ചെയ്യും, മനുഷ്യ മനസ്സുകളിലേക്കൊക്കെ ഇറങ്ങി വരാനുള്ള ഒരു എനർജി കൂടുതലുള്ളവരാണ്. അവരുടെ ഒരു പ്രാവശ്യം കണ്ടു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾ ചിന്തിക്കുന്നത് ഒക്കെ മുഴുവൻ പറയാനൊക്കെയുള്ള ഒരു പ്രത്യേക കഴിവുള്ള ഒരു മാസ്റ്റർ നമ്പേഴ്സിന് ഉടമയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിലോ ആരെങ്കിലും 11 എന്നൊരു എനർജി ഉണ്ടെങ്കിൽ അവർ ഒരു പ്രാവശ്യം ഒരാളെ കണ്ട് സംസാരിച്ച് കഴിഞ്ഞാൽ തന്നെ അവർ ഇന്ന ആളാണ്, അവരുടെ സ്വഭാവം ഇതാണെന്നൊക്കെ പറയാനുള്ളത്. കാരണം അത് തന്നെ അവർക്കും പ്രശ്നമാണ്. അവർ സെൻസിറ്റീവായിട്ട് എന്താ പറയുക, അതിനെക്കുറിച്ചിട്ട് ചിന്തിച്ച് പല പ്രശ്നങ്ങളും മാനസിക വിഷമങ്ങളും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള എനർജിയാണ്. എന്തായാലും നമുക്കൊരു മികച്ച പേരാണ് ഇപ്പം നൽകാൻ വേണ്ടി പറ്റിയത്. പക്ഷേ ആ കുട്ടി എങ്ങനെയാണ് അത് പിന്നെ അവരെ റെക്കോർഡിങ്ങിൽ അത് എങ്ങനെയാണ് കൊണ്ടുവരാൻ വേണ്ടി പറ്റുന്നത്, അതുപോലെ അതെങ്ങനെ മാക്സിമം സ്ഥലത്ത് എങ്ങനെ അടയാളപ്പെടുത്താൻ പറ്റുന്നു, അവിടെയാണ് വിജയം. വെറും വിളിക്കുന്നതിൽ മാത്രമല്ല കാര്യം, നമ്മൾ എങ്ങനെ അടയാളപ്പെടുത്തുന്നു എന്നുള്ളതാണ് കാര്യം. കാരണം പിന്നെ ഇപ്പം നമ്മുടെ അച്ഛൻ്റെ പേര് ഒന്നായിരിക്കും, നമ്മൾ വിളിക്കുന്നത് പേരായിരിക്കില്ലല്ലോ, അച്ഛനാണ് വിളിക്കുന്നത്. അതുപോലെ മോനെ, അല്ലെങ്കിൽ വീട്ടിൽ ചിലപ്പോൾ IAS ഓഫീസറായിരിക്കാം, പക്ഷേ വീട്ടിൽ അമ്മ വിളിക്കുക മോനെ കുട്ടാന്നേ വിളിക്കുള്ളൂ, അല്ലെങ്കിൽ അച്ഛൻ അല്ലേ. അപ്പോൾ അതിൽ ഇമ്പോർട്ടൻ്റ് ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റേതായിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ഉണ്ട്. എന്നിരുന്നാലും അവരെ പ്രൊഫഷണൽ കാരിയർ ലെവലിൽ അവരെങ്ങനെ അടയാളപ്പെടുത്തിയിരിക്കുന്നു, അവരുടെ ലെറ്റേഴ്സ്, അവരുടെ പേരെങ്ങനെ അടയാളപ്പെടുത്തിയിരിക്കുന്നു, അതിനനുസരിച്ചിട്ടാണ് അവരെ ആ ഭാഗ്യം ഫോളോ ചെയ്യുന്നത്. നമുക്കൊരു ചെറിയ ബ്രേക്കിന് പോകേണ്ട സമയമായി. നമുക്ക് ബ്രേക്കിന് പോയിട്ട് പെട്ടെന്ന് തിരിച്ചു വരാം. വെൽക്കം ബാക്ക് ടു പേരിൻ്റെ വിസ്മയം. നമുക്ക് വീണ്ടും ഒരു കോള് വന്ന് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് അതിന് കോളിലേക്ക് തന്നെ പോവാം. ഹലോ, നമസ്കാരം. പേരിൻ്റെ വിസ്മയത്തിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? ഞാൻ ദിവ്യ. ദിവ്യ എവിടെ നിന്നാണ്? തിരുവല്ലൂർ. ദിവ്യയുടെ കാര്യം അറിയാൻ വേണ്ടിയിട്ടാണോ? ഇല്ല, എന്റെ മോന്റെ കാര്യമാണ്. ആ, മോന്റെ പേര് പറയും. മോന്റെ പേര് ആദ്യാമൃത്. ആദ്യാമൃത്. ഇനീഷ്യൽ വല്ലതുണ്ടോ? US. ഏതാണ്? US. ഓക്കെ. ആദ്യാമൃത് US അല്ലേ? ഡേറ്റ് ഓഫ് ബർത്ത് പറയും. 19/3/2011. 2011 അല്ലേ? 19/3/2011. ഓക്കെ. ആദ്യാമൃത് എന്നുള്ളതിൻ്റെ സ്പെല്ലിംഗ് ഞാൻ ഒന്ന് കൺഫേം ചെയ്യാം. ഡബിൾ എ ഉണ്ടല്ലോ അല്ലേ? ഡബിൾ എ ഇല്ലില്ല, ഒരു എ എന്നേ ഉള്ളൂ അല്ലേ? AD പറഞ്ഞോ. HYA ഓക്കെ. MRITH. MRI അല്ലേ? MRITH. ഇനീഷ്യലി US. ഓക്കെ, ഞാൻ ഒന്ന് ചെക്ക് ചെയ്തിട്ട് പറയാം. ഒന്ന് ഹലോ, കേൾക്കാമോ? കേൾക്കാണ്ട്. പേഴ്സണാലിറ്റി നമ്പർ 1, ലൈഫ് പാത്ത് നമ്പർ 8 വരുന്നത്. 1ൻ്റെയും കൂടി ചേരലാണ്. അപ്പോൾ ഒരു നല്ല പേര് വേണം. അപ്പോൾ ഇപ്പോഴുള്ള പേരിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
പിന്നെ കുഴപ്പമില്ല എന്ന് മാത്രമേ പറയാനുള്ളൂ. 38 പേരിൻ്റെ എനർജി വരുന്നത്. 38 പൊതുവേ ഒരു നല്ല എനർജി ആണെങ്കിലും ഈ പിന്നെ പേഴ്സണാലിറ്റി നമ്പർ 1 ലൈഫ് പാത്ത് നമ്പർ 8 അത് വലിയ 2 സംഖ്യകളാണ്. അതിൻ്റെ അടുത്ത് അത്ര ഒരു ഫ്ലെക്സിബിൾ അല്ലാത്ത ഒരു പേരാണ്. അതിന് കുറച്ചും കൂടി നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു പേര് തന്നെ വേണം. അപ്പോൾ ഈ US എന്നുള്ളത് എന്താണ്? പിന്നെ അച്ഛൻ്റെ അമ്മേൻ്റെ പേരാണോ? US ഞങ്ങളുടെ വീട്ടുപേരാണ്. വീട്ടുപേര്. ഓക്കെ. അച്ഛൻ്റെ പേര്? പിന്നെ അച്ഛൻ്റെ പേര് S സ്റ്റാർട്ട് ചെയ്യണം. അച്ഛൻ്റെ പേരെന്താണ്? അച്ഛൻ്റെ പേര് സുമേഷ്. അമ്മയുടെ പേര്? ദിവ്യ. അപ്പോൾ ഉള്ളതിൽ കുറച്ചുകൂടി ബെസ്റ്റായിട്ട് കാണുന്നത് ഈ ആദ്യാമൃത് എസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി നല്ലതായിട്ടുണ്ട് പേര്. കുറച്ചുകൂടി ബെസ്റ്റാണ് എന്ന് വെച്ചിട്ട് ഒരു ടോപ്പ് ആണെന്ന് ഞാൻ പറയുന്നില്ല. കുറച്ചുകൂടി ഒരു ബെറ്റർ ആയിട്ടുള്ള ഒരു 70% സപ്പോർട്ടീവ് ആകുന്ന ഒരു എനർജി ആയിട്ട് വരും. ഓക്കെ. അപ്പോൾ അങ്ങനെ യൂസ് ചെയ്തോളൂ. കാരണം വെച്ച് കഴിഞ്ഞാൽ എന്നെ പേഴ്സണാലിറ്റി നമ്പർ 1 ലൈഫ് പാത്ത് നമ്പർ 8 അപ്പോൾ കാര്യങ്ങളൊക്കെ ഫ്ലെക്സിബിൾ ആക്കാനും ആ എനർജീൻ്റെ ഗുണങ്ങൾ അനുഭവിച്ചറിയാനും അതിനനുസരിച്ചിട്ടുള്ള ഒരു പേര് വേണം. അപ്പോൾ അങ്ങനെ ഒരു പേര് വെക്കുക, കുറച്ചുകൂടി കാര്യങ്ങൾ എളുപ്പമാവും. ഇനി നിങ്ങൾക്ക് ഇനി 100% ആയിട്ടുള്ള ഒരു പേര് തന്നെയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങളൊരു ന്യൂമറോളജിസ്റ്റിൻ്റെ അടുത്ത് തന്നെ പോയിട്ട് ചെയ്യണം കേട്ടോ. ഇതിപ്പോൾ ഒരുവിധം കുഴപ്പമില്ലാത്ത പേരായി. ഓക്കെ. അപ്പോൾ എന്തായാലും പേരിൻ്റെ വിസ്മയത്തിലേക്ക് വിളിച്ചതിൽ സന്തോഷം. നമുക്ക് അങ്ങനെ ഒരു പേര് പറഞ്ഞു തരാൻ പറ്റിയതിലും സന്തോഷം. ഓക്കെ. അപ്പോൾ നമുക്കിന്ന് പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യേണ്ട സമയമായി. അപ്പോൾ നമുക്ക് പ്രോഗ്രാമിലേക്ക് വിളിക്കേണ്ട നമ്പർ ഞാൻ ഒന്നുകൂടി പറയാം. 80 86 89 70 30. ഒന്നുകൂടി പറയാം. 80 86 89 70 30. അപ്പോൾ എന്നെ പേഴ്സണലായിട്ട് എന്തെങ്കിലും കൺസൾട്ടേഷൻ ആവശ്യമുണ്ടെങ്കിൽ വിളിക്കേണ്ട നമ്പർ 890 482 95 96. 890 482 95 96. ഇത് പേഴ്സണലായിട്ട് കൺസൾട്ടേഷൻ വേണമെങ്കിൽ മാത്രമേ ഈ നമ്പറിൽ വിളിക്കാവൂ. ഓക്കെ. എന്തായാലും അടുത്തൊരു നല്ല എപ്പിസോഡുമായി കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.